HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി അടുത്ത ഒരുക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പരീക്ഷ ഫെബ്രുവരിയിലുണ്ട്. അപ്പോൾ ജനുവരി 2-ാം തീയതി കൊണ്ട് ആപ്ലിക്കേഷൻ്റെ സമയമൊക്കെ തീർന്നു. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പല വീഡിയോയിലൂടെയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യണം, അവസാനത്തിന് വെക്കരുതെന്ന്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. പഠനത്തിൻ്റെ സമയം കൂട്ടണം. നേരത്തെ നമ്മൾ പറയുമായിരുന്നു മിനിമം 6 മണിക്കൂറെങ്കിലും പഠിച്ചാൽ മതി. പക്ഷേ ഇനി 6 പോരാ. നിങ്ങൾ 20 മണിക്കൂർ ഇരുന്ന് പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം അത്രയേറെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പഠിച്ചാലും തീരാത്തത്ര കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. സിലബസ് 100% കവർ ചെയ്തു എന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആദരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 20 മണിക്കൂറോളം നിങ്ങൾ പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ തമാശയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല. കാരണം അങ്ങനെ പഠിക്കുന്ന ആൾക്കാരോടായിട്ടാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന 5 മണിക്കൂറോ 6 മണിക്കൂറോ അവരുടെ മുമ്പിൽ ഒന്നും അല്ല എന്നുള്ളതും, ആരോടും അവർ എത്ര കാലം മുമ്പേ ഇതിനുവേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി എന്നുള്ള കാര്യവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരുടെ റാങ്കിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ റിസൾട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആളുടെ മാർക്കിൻ്റെ പെർസെൻറ്റൈൽ സ്കോറാണ് നമുക്കായിട്ട് വരിക. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് റാങ്ക് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് പഠനം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയമാണ്. ഇനി 1 മാസം സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 1 മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അവസാനത്തെ ഒരു 2 ആഴ്ച നിങ്ങൾ കംപ്ലീറ്റ് റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് മിച്ചമുള്ളത് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 2.5 ആഴ്ച മാത്രമാണ്. അപ്പോൾ ഈ 2 അല്ലെങ്കിൽ 2.5 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന പോർഷൻസ് പഠിച്ചു തീർക്കാനുള്ള സമയമാണ്. അപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന നേരത്തെ പഠിച്ചിട്ട് തീരാത്ത പോർഷൻ നമ്മുടെ ടൈം ടേബിളിൽ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ആ ടൈം ടേബിൾ തന്നിട്ടും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റാതെ കിടക്കുന്ന പോർഷൻസ് കുറേ കാണും. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പാച്ച് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് പിന്നെ വരുന്ന ഒരാഴ്ച നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ പോയ പോർഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ടൈം ടേബിളിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനുള്ള സമയമാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ബാക്കി റിവിഷൻ്റെ സമയമാണ്. ഇപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇനി എല്ലാ കാര്യങ്ങളോടും നമ്മൾ മറിച്ച് പോകണം. അപ്പം നമ്മൾ ഈ പഠനം തുടങ്ങിയ സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പഠിക്കേണ്ടത് ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ അത് പഠിക്കേണ്ടത് നിങ്ങൾ ഇതിലേക്ക് തിരിച്ചു വരില്ല എന്ന രീതിയിൽ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇത്രയും വലിയ ഒരു സിലബസ് വെച്ചിട്ട് വീണ്ടും ഇത് ആദ്യം മുതൽ അവസാനം വരെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആദ്യം മുതൽ ഒരു ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിച്ചു, പിന്നെ റിവിഷൻ്റെ സമയത്ത് വീണ്ടും ആ ഡെറിവേഷൻ എഴുതി പഠിക്കുക എന്നുള്ളത് ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന രീതിയിൽ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും പോർഷൻസ് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 70% മുകളിൽ കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ റിവിഷൻ്റെ സമയത്ത് ഈ എല്ലാ കാര്യങ്ങളിലൂടെയും എഴുതി പഠിക്കാൻ ഇനി പോകേണ്ട കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ ഒന്ന് മറിച്ച് നോക്കുക എന്നുള്ള സമയമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊന്ന് മറിച്ച് നോക്കണം. ഫോർമുലയൊക്കെ ഓർക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് കോൺസെപ്റ്റ്, ചെയ്ത പ്രോബ്ലംസ് ഏതൊക്കെയാണ്, ആ പ്രോബ്ലംസിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നല്ലതാണ്. കാരണം ഓരോ പ്രോബ്ലവും ഓരോ ടൈപ്പാണ്. ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടും. പല കണക്ഷൻസ് നിങ്ങൾക്ക് വീണ്ടും തെളിഞ്ഞു വരും. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ച കാര്യങ്ങൾ, ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ച കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും. ഇലക്ട്രോഡൈനാമിക്സിലെ കാര്യങ്ങളും സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ ചില കണക്ഷൻസ് നിങ്ങൾക്ക് അവസാന റിവിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് തെളിഞ്ഞു വരാനുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിക്കോളും. ആ കണക്ഷൻസ് ഇപ്പം മാത്തമാറ്റിക്കൽ ഫിസിക്സിനാണെങ്കിൽ എല്ലാ പേപ്പറുമായിട്ട് ബന്ധമുണ്ട് അല്ലേ. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തുകൊണ്ട് ഈ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ചോദിച്ചുകൂടാ അല്ലേ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ചോദ്യം ഇതുമായിട്ട് ക്ലബ് ചെയ്തുകൂടാ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ
പലതവണ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കണക്ഷൻസൊക്കെ ഒന്ന് നോക്കി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെയ്ത് മോഡൽ എക്സാമുകൾ എഴുതി, എത്രത്തോളം പരീക്ഷകൾ എഴുതാം അത്രത്തോളം പരീക്ഷകൾ എഴുതി, നേരത്തെ നമ്മുടെ പരീക്ഷകൾക്ക് നടത്തിയ ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സമയമാണ് നമുക്ക് ഇനിയുള്ള സമയങ്ങൾ. അപ്പോൾ കൂടുതൽ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുക. മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എൻഗേജ്മെൻറ്റ്സ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പല എൻഗേജ്മെൻറ്റുകളുണ്ടാകും അല്ലേ, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ, അതൊക്കെ ഒന്ന് കുറച്ച് ഒരു മാസം നമ്മുടെ പഠനത്തിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക. കുറച്ച് ഉറക്കമൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ. ഒരു മാസം 4 മണിക്കൂർ ഉറങ്ങിയെന്ന് കരുതി ഒരു വർഷം നേരത്തെ തട്ടിപ്പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറക്കമൊക്കെ ഒന്ന് കുറച്ച് കൂടുതലിരുന്ന് പഠിച്ചു. കാരണം പരീക്ഷയ്ക്ക് അധികം സമയമില്ല ഇനി. അല്ല, പരീക്ഷാ ഹാളിൽ കയറി ഇരുന്നിട്ട് വെട്ടി വേർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. പഠിക്കേണ്ട സമയത്ത് നമ്മളിരുന്ന് പഠിക്കണം. ചിലരൊക്കെ ബോധക്കേടിൻ്റെ വക്കിലൊക്കെ എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയം ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുക. വീട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കുക, ഇനി കുറച്ച് സമയം എന്നെ നോക്കണ്ട, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ കയറി താമസമുണ്ട്, ഇവിടെ കല്യാണമുണ്ട്, അവിടെ അടിയന്തരം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പലയിടത്തോട് വിടാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു മാസം എൻ്റെ സേവനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞേക്കുക. പഠനത്തിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. വേറെ ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം പഠിക്കാനായിട്ട് പറ്റും. ഇനി ജോലിക്ക് പോയി കുടുംബം പുലർത്തേണ്ടവരാണെങ്കിൽ അവരോട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു മാസത്തെ സാലറി തരാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജോലിക്ക് പൊക്കോളുക. പക്ഷേ മറ്റ് സമയങ്ങൾ, ജോലിയുടെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ, ഇടവേളകൾ ആനന്ദകരമാക്കാൻ പ്രോബ്ലം ചെയ്യൂ. തിരിച്ചു വന്നിട്ടും ഇന്ന് പഠിക്കൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിനി ഫെബ്രുവരിയിലെ പരീക്ഷ കിട്ടിയില്ല എന്ന് കരുതി ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. കൂടുതൽ ആത്മാർത്ഥമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അത്രയും ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് പോയിട്ടും 1 മാർക്കിനും 1.5 മാർക്കിനും ഒക്കെ കിട്ടാതെ പോയിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ കാരണന്മാരെ ശപിക്കും, അവരുടെ മുമ്പിലുള്ള തലമുറകളെ ശപിക്കും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അത് നമ്മുടെ കുറ്റം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് കിട്ടാതെ പോയി, നമ്മുടെ ഭാഗ്യക്കേടിന് കിട്ടാതെ പോയി. അതിന് വേറെ ആരെയും പഴിക്കേണ്ട കാര്യമില്ല അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ അയാളുടെ പിഴവ് കൊണ്ടാണ് എനിക്ക് കിട്ടാതെ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ കുറ്റം കൊണ്ട് നമുക്ക് കിട്ടാതെ പോയി എന്നുള്ള കാര്യം നമ്മളെ തന്നെ ബ്ലെയിം ചെയ്താൽ മതി. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് തിരിച്ചറിയുക. എന്നിട്ട് അത് തിരുത്താനായിട്ടുള്ള ശ്രമം നിങ്ങൾ അന്ന് തന്നെ ആരംഭിക്കുക. അപ്പോൾ അന്ന് തന്നെ ആരംഭിക്കാനായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ 365 ഡേ JRF ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ 10 ദിവസത്തെ സ്പെഷ്യൽ ഓഫറോട് കൂടി നിങ്ങൾക്ക് ഈ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ 365 ദിവസത്തെ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഠിക്കാൻ സമയമുണ്ടോ എന്നുള്ളതാണ്. ശ്വാസം മുട്ടി പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ കഴുത്തിന് പിടിച്ച് പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കഴുത്തിന് പിടിക്കുന്ന മുറുക്കം കുറച്ച് കുറയും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് 365 ദിവസവും കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കൂടെ ഇല്ല എന്നല്ല കേട്ടോ. ബാക്കിയുള്ളവർക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങളോട് വിളിച്ച് ചോദിച്ചാലോ സഹായം ചോദിച്ചാലോ ഒന്നും നമ്മൾ ഉപേക്ഷിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ ഈ 365 ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് 2 തവണ ഈ പരീക്ഷ എഴുതാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനി ജൂണിലെ പരീക്ഷയും അടുത്ത ഡിസംബറിലെ പരീക്ഷയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥന ജൂൺ കൊണ്ട് ഈ പരിപാടി തീർത്ത് പോകണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഏറ്റവും 365 ദിവസം നിങ്ങൾ എടുത്താൽ പോലും ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഫസ്റ്റ് ജൂണിൽ വരുന്ന പരീക്ഷ അല്ലെ ജൂലൈ വരാൻ പോകുന്ന പരീക്ഷ തന്നെ പാസ്സാവണം എന്നുള്ള ലക്ഷ്യത്തോടെ നിങ്ങൾ പഠിക്കുക. 365 ദിവസം ഉണ്ടല്ലോ എന്ന് കരുതി മറന്നു കിടന്നാൽ അവസരം നമുക്ക് പോകും. അതുകൊണ്ട് പഠിത്തത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ജൂണിലോ ജൂലൈയിലോ പഠിത്തത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം എന്നുള്ളത് മാത്രം ഈ 365 കണ്ടാൽ മതി. നിങ്ങളുടെ ലക്ഷ്യം ഈ 365 ആയിരിക്കരുത്, ആദ്യത്തെ പരീക്ഷയായിരിക്കണം. മനസ്സിലായോ? കിട്ടുന്ന ആദ്യത്തെ ബസ്സിന് കയറി രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോകാൻ വഴി. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. പഠിത്തം ഇപ്പം തന്നെ ആരംഭിച്ചോണം. അപ്പം പ്രത്യേകം ഓർക്കണം, 10 ദിവസത്തേക്ക് ന്യൂ ഇയർ ഓഫർ എന്നുള്ള രീതിയിൽ 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ 365 ദിവസത്തെ ബാച്ചിൽ ഓഫറുകളുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി.
കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് തന്നുകൊള്ളും. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അവർ പറയും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യം നീക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഫെബ്രുവരിയിലെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരോടുമായിട്ടാണ് പരീക്ഷയ്ക്ക് ടെൻഷൻ ഇല്ലാതെ പോവുക. ടെൻഷൻ ഉണ്ടെങ്കിൽ പഠിച്ചതെല്ലാം മറന്നു പോകും. എൻ്റെ ശാപമൊന്നുമല്ല, അത് അനുഭവമാണ്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ പോയി പരീക്ഷ എഴുതണം. അയ്യോ എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിച്ചതൊക്കെ മറന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, -2 അടുത്ത് പ്ലസ് ഇടും, +2 അടുത്ത് മൈനസ് ഇടും, ഉത്തരം തെറ്റിപ്പോകും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ടെൻഷൻ ഇല്ലാതെ പോയി പരീക്ഷ എഴുതിക്കണം. കൂളായിട്ട് പോവുക, മനസ്സിലായോ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതൊന്നും ലോകാവസാനമല്ല. പക്ഷേ എന്ന് വെച്ച് പഠിത്തത്തിൽ ഉഴപ്പ് കാണിക്കരുത്. ആത്മാർത്ഥമായിട്ട് പഠിക്കുക. എന്നിട്ട് ബാക്കിയൊക്കെ അന്നത്തെ നമ്മുടെ പെർഫോമൻസ് പോലെയാണ്, അല്ലേ? ആ 3 മണിക്കൂർ നേരം നിങ്ങളെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിധി. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കണ്ട, വളരെ സമാധാനപരമായിട്ട് പോവുക. പോയി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ തെറ്റിക്കരുത്, അറിയത്തില്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റെസ്റ്റ്, ലീവ് ഇറ്റ് ടു ദ ഡെസ്റ്റിനി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോർഷനിൽ നിന്ന് വരുന്നൊരു ചോദ്യം എന്ത് വില കൊടുത്തും ഡിഫെൻഡ് ചെയ്യുക, അത് ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് വളരെ സുഖമായിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങിക്കൂ. ഇത്രയും ദിവസം 20 മണിക്കൂർ പഠിച്ചതിൻ്റെ ബാക്കി ഉറക്കം മുഴുവൻ പരീക്ഷ കഴിഞ്ഞിട്ട് തീർത്തോണം. കൂളായിട്ട് പോവുക, പരീക്ഷ എഴുതുക, ആൻസർ കീ വരുമ്പോൾ ഉത്തരം നോക്കുക. സാധ്യതയുണ്ടോ? സാധ്യതയില്ല. സാധ്യതയില്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരെ ആ 365 ദിവസത്തെ ബാച്ചിലോട്ടൊക്കെ ചേർന്നു. ബാക്കി കാര്യം നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അതുകൊണ്ട് ഈ 365 ദിവസത്തിൻ്റെ കാര്യവും മറക്കണ്ട, ഫെബ്രുവരിയുടെ കാര്യവും മറക്കണ്ട. ഫെബ്രുവരി നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമായിരിക്കട്ടെ, നിങ്ങൾക്ക് വിജയം കൊണ്ടുവരുന്ന മാസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ മീറ്റ് യു വിത്ത് അനദർ വൺ. താങ്ക് യു.